ഈമാനോടുകൂടി മരിക്കണം. അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ ഉപ്പ മരിച്ചപ്പോ ഉപ്പാടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് ഉസ്താദന്മാര് ജബ്ബാർ ഉസ്താദിന്റെ ജനാസ കാണാത്തവരില്ലല്ലോ. കണ്ടവരല്ലേ ചെറുപ്പക്കാരാ, കൊതി തോന്നിയിട്ടില്ലേടാ പൊന്നുമോനെ. ഈ അടുത്ത് ഞാൻ വഅദ് പറയാൻ പോയപ്പോ അവിടുത്തെ ഉസ്താദ് റബ്ബേ സുജൂദിൽ കിടന്നിട്ടാണ് മരിച്ചത്. എന്തൊരു മരണമാ ചെറുപ്പക്കാരാ. ആലിമീങ്ങളെ ബഹുമാനിക്കൂ. ആലിമീങ്ങൾ ആരുമാകട്ടെ, അവരാദരിക്കാൻ പഠിക്ക്, അവരെ ബഹുമാനിക്കാൻ പഠിക്ക്. ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. എല്ലാവരുടെ കുറ്റം പറയുന്നത് പോലെ അവരെ പറയല്ലേ, അവരെ കളിയാക്കല്ലേ. അവരെ കാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ശംസുൽ ഉലമയെ മറക്കാൻ കഴിയുമോ? അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ച് വിളിച്ച് ബാങ്കിന്റെ ജവാബ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ജവാബ് പറഞ്ഞു പിന്നെ മിണ്ടിയില്ല. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര് എന്തിനാ കേരളത്തിലേക്ക് പോകുന്നത്? നിങ്ങളുടെ പരിസരത്തില്, നിങ്ങളുടെ കുടുംബക്കാരില് നിങ്ങളൊക്കെ ആദരിച്ച ഇവിടുത്തെ ഉസ്താദന്മാരുടെ പേര് ഇവിടുത്തെ പ്രഭാഷകൻ പറഞ്ഞു. ഈ പണ്ഡിതന്മാരൊക്കെ മരണം നിങ്ങൾക്കറിയുമല്ലോ. ഈ നാട്ടുകാരനായ ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ. ഇവരുടെയൊക്കെ മുഖം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവരൊക്കെ ചിരിച്ചവരല്ലേ? ഇവരൊക്കെ ചിരിച്ചവരല്ലേ? അവര് ചിരിച്ചിട്ട് നമ്മളെ കരയിപ്പിച്ചില്ലേ? നമ്മളൊക്കെ കാണാൻ പോയപ്പോ നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, രാത്രി കിടക്കുന്ന സമയത്ത് പുതപ്പെടുത്ത് തലയുടെ മുകളിലൂടെ ഇട്ടിട്ടവര് ഒളിച്ചിരിക്കും. നമ്മുടെ പിഞ്ചു മക്കള്, ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ ചെറിയ മകൻ തലയിലൂടെ തുണിയിട്ടിട്ട് ഒളിച്ചിരിക്കും. ആ മകനെ പോയിട്ട് തുണി ഇങ്ങനെ പൊക്കുമ്പോ പാപ്പ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവല്ലോ. പാപ്പ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവല്ലോ. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര് മുഖത്തിട്ടിരിക്കുന്ന തുണി പൊക്കിയപ്പോ അവര് നമ്മളെ നോക്കി ചിരിച്ചില്ലേടാ ചെറുപ്പക്കാരാ? അവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചവരാ, അവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാ. അതുകൊണ്ട് സഹോദര